ഇതിന് സ്ഥാനം കൊടുത്താൽ തലമുറ കൊണ്ടിടക്കണം. തലമുറ കൊണ്ടിടുന്നതിൽ നശിച്ച് നാണർക്കല്ലാവും. അല്ല, പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കാന്നുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഒരു കോപം വന്നിട്ട് ഇപ്പം അതിന് കാര്യമില്ല. കാരണം നമ്മുടെ അടുത്ത് വന്നൊരു വീഴ്ചയാണത്. ഞാൻ പറഞ്ഞ അതാണ് അതിൻ്റെ വിഷയം. കാരണം വെച്ചാൽ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കണം. അറിഞ്ഞ് സേവിച്ചാൽ ആനന്ദമൂർത്തി, തെറ്റായി സേവിച്ചാൽ അറുകണ്ഠൻ മൂർത്തി. ഇത് രണ്ടും ദൈവം തന്നെയാണ്. സായി സർ, ശ്രീ വരാഹി ദേവി, വരാഹി ദേവിനെ സാധാരണക്കാർക്ക് ആരാധിക്കാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ സാധിക്കുമെന്നും സാധിക്കില്ല എന്നും രണ്ട് വിഭാഗം ആളുകളുണ്ട്, രണ്ട് അഭിപ്രായമുള്ള ആളുകൾ. ശരിക്കും അതിലെ സത്യം എന്താണ്? അതായത് ഓരോരുത്തരും മനസ്സിന്റെ താല്പര്യം വരെയാണ്. ഇപ്പൊ വാരാഹിയമ്മയെ ഞാൻ പൂജിക്കാൻ ഞാനാണ് തീരുമാനിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ മാഡത്തിന് എന്നോടൊന്നും ചെയ്യാൻ പറ്റില്ല. അത് എൻ്റെ താല്പര്യമാണ്. പക്ഷെ ഇതിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ ഇത് ശരിക്കും അത് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യണം. കാരണം ഈ വാരാഹിയമ്മന്റെ മന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു വരിയോ രണ്ട് വരിയല്ല, ഒരുപാട് വരികളുണ്ട്. ആ വരികളൊക്കെ പഠിക്കണമെങ്കിൽ അതൊരു ഗുരുമുഖത്ത് പഠിക്കണം. ഈ ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് നമ്മളത് ഉപാസിക്കണം. പിന്നെ ഈ വാരാഹി ദേവിയെ കൊണ്ട് ഉപാസകർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. കാരണം വാരാഹി ദേവിയോട് പറയാം, അത് ചെയ്യുന്നതിന് തെറ്റില്ല. പക്ഷെ എല്ലാവർക്കും വാരാഹിനെ കൊടുത്ത് നിങ്ങൾ തന്നെ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ അത് വലിയൊരു വിഡിത്തരായി മാറും. അതേ എനിക്ക് പറയുള്ളൂ. അതെന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരന് ഒതുങ്ങുന്ന ഒരു സംഗതി അല്ലത് ഈ വാരാഹ്യന്മാർ. കാരണം അതിൻ്റെ പവർ കൂടി കഴിഞ്ഞാൽ പിന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല. നമ്മളിപ്പോൾ പറയാറുണ്ടല്ലോ ഇത് കടിഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ട്, അതിനെ പറ്റിയിട്ട് മന്ത്രങ്ങൾ കൊണ്ടാണ് ഇതുവരെ നിയന്ത്രിക്കുക. അപ്പോൾ ഈ ഇതിൻ്റെ വിഷയം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ വാരാഹ്യമ്മൻ്റെ പ്രധാന വിഷയം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഒരു വിഷയം വന്നു. ഇപ്പോൾ കോർട്ടിൽ പോയിട്ട് നമ്മളൊരു സ്റ്റേ ഓർഡർ കൊടുക്കുക. ഈ സ്റ്റേ ഓർഡറിൻ്റെ ഒരു പകരം ആണ് ഈ അമ്മ. കാരണം ശത്രുദോഷമായാലും മറ്റുള്ള പ്രശ്നങ്ങൾക്കായാലും സ്തംഭനം, അതിന് ഇത് ഭയങ്കര പവറാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഉപാസകർക്ക് ഗുരുവിൻ മുഖത്തുനിന്ന് ഉപാസിച്ച് അവർക്ക് അതിൻ്റെ സിദ്ധി ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം ചെയ്തു കൊടുക്കാം. ചില നമ്മളിപ്പോൾ ഈ നാട്ടിൽ തന്നെ, ഈ കേരളത്തിൽ തന്നെ ഒരുപാട് വലിയ ഉപാസകരുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് വാങ്ങിക്കൊണ്ടുവന്ന് ചെയ്യുന്നതിന് തെറ്റില്ല. പക്ഷേ നമ്മൾ തന്നെ അതിനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്യാറുള്ളത് അതൊരു സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഓരോരുത്തരുടെ മനസ്സ് മാറി കേട്ടോ. ഇപ്പോൾ മാഡം വിചാരിക്കുകയാണ് ഞാൻ വാരാഹീനായിട്ട് ഇന്ന് തൊട്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഗുണദോഷങ്ങളും നമ്മൾ അനുഭവിക്കാൻ തയ്യാറാവണം. ഇതിൽ ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തൊക്കെ ദോഷങ്ങളായിരിക്കും ഉണ്ടാവുക? ദോഷങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അതായത് അറിഞ്ഞ് സേവിച്ചാൽ ആനന്ദമൂർത്തി, തെറ്റായി സേവിച്ചാൽ അറുകണ്ഠൻ മൂർത്തി. ഇത് രണ്ടും ദൈവം തന്നെയാണ്. അതായത് നമ്മളെ എന്താണ് നമ്മൾ വിചാരിക്കുന്നത് അതൊക്കെ നേരെ കീപ്പിട്ട് വരും. നമ്മൾ എവിടെയാണ് പൊസിഷൻ ആ പൊസിഷൻ ആയിട്ട് വരും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് വരുന്നത്. അപ്പം നമ്മൾ ഇറങ്ങിത്തിരിക്കാനൊക്കെ എളുപ്പമാണ്. രണ്ട്, ഇതിൻ്റെ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ ഇതിന് സ്ഥാനം കൊടുക്കേണ്ടി വരും. ഇതിന് സ്ഥാനം കൊടുത്താൽ തലമുറ കൊണ്ടിടക്കണം. തലമുറ കൊണ്ടിടുന്നതിൽ നശിച്ച് നാണർക്കല്ലാവും. അങ്ങനെ എൻ്റെ ഒരു പരിചയത്തിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു വിഷമം വന്ന് നമ്മളൊരു ദൈവത്തിനെ കൊണ്ടുവെക്കും നമ്മളെ വീട്ടിൽ. അവർ കാരണവർ, ഈ കാരണവർ ഇത് നല്ലോണം കൊണ്ടുനടന്ന് അയാൾക്ക് നല്ല സുഖമായിരിക്കും. അടുത്ത തലമുറ, അതിൻ്റെ അടുത്ത തലമുറ ഇതിന് അറിയില്ലത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ പ്രശ്നങ്ങൾ സഞ്ചരിക്കുമ്പോഴാണ് ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോകുക. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വീണ്ടും ഇയാൾ ആരാധിക്കേണ്ടി വരികയാണ്. അങ്ങനെയാണ് മിക്ക സ്ഥലത്തും. അപ്പോൾ അതൊരു വിഷയം കൂടി നമ്മൾ മനസ്സിലാക്കി ചെയ്താൽ വളരെ നല്ലതാണ്. നേരച്ച് വാരാഹി ക്ഷേത്രങ്ങളുണ്ട്, അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചാൽ മതി. വാരാഹിയെ വീട്ടിൽ തന്നെ ചെയ്യണമെന്നില്ല. അതായത് മന്ത്രജപങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള അല്ല, ഈ മന്ത്രം എന്ന് പറഞ്ഞാൽ ഈ സ്ഫുടം ചെയ്തൊരു സംഗതിയാണ്. നാമത്തിന്റെ മാതിരിയല്ല, മന്ത്രത്തിന് ഐപ്പവറാണ്. അപ്പോൾ ഈ മന്ത്രം തെറ്റാൻ പാടില്ല. മന്ത്രത്തിന് ശരീരശുദ്ധി വേണം, മന്ത്രത്തിന് നിഷ്ഠുണ്ട്. ഇപ്പോൾ ഒരു അമ്മനെ ഉപാസിക്കുമ്പോൾ അമ്മയ്ക്ക് ഉപാസിക്കാനുള്ള പവർ നമുക്ക് വേണം. അപ്പോൾ ഒരു സാധാരണക്കാരൻ അത് കഴിയൂല. കാരണം ഭർത്താവ് ഇപ്പോൾ ഒരു വീട്ടമ്മ ഇതിനെ ഉപാസിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരെ ഭർത്താവ് ഉണ്ടാക്കി മീനിറച്ചിയും കൊണ്ടുവരുന്നു. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഇവരോട് ഇത് പറഞ്ഞാൽ പറ്റൂല. ഇപ്പം മിക്ക സ്ഥലത്തും അങ്ങനെയാണല്ലോ, നോൺ ഇല്ലാത്തൊരു സ്ഥലമില്ല, മീനിറച്ചി ഇല്ലാത്ത സ്ഥലമില്ല. ഇത് ഇതിന് പറ്റൂല, വൈരുദ്ധ്യമാണ്. ഈ അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മന്ത്രം ജപിക്കാനും അതിൻ്റെ ഉപാസനയിലൊക്കെ വളരെയേറെ ശുദ്ധിയാണ്. അതായത് ഭക്ഷണത്തിലായാലും മറ്റുള്ളതിലായാലും അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ ഈ വാരാഹി ദേവിനെ നമ്മൾ
കണ്ണടച്ച്, അതായത് അന്ധമായി നമ്മൾ അതിന്റെ മന്ത്രങ്ങൾ ജപിക്കരുത്, അല്ലെങ്കിൽ മുറി അറിവ് വെച്ചിട്ട് ചെറിയ അറിവുകൾ അതാണ് എനിക്ക് പറയാനുള്ളത്. മുറി അറിവ് എന്ന് പറഞ്ഞാൽ അതിന്റെ വലിയ മന്ത്രമാണ്. അത് മാഡത്തിന് അറിവറിയില്ല. ശ്രീകൃഷ്ണ പരിന്ത് പറഞ്ഞ സിനിമ ഉണ്ട് മോഹൻലാലിന്റെ പണ്ട്. അതിൽ അതിന്റെ പൂർണ്ണത ഉണ്ട്. കാരണം അത് സിനിമയാണെങ്കിലും ഇപ്പം ആ ഗുരുവാണ്, ഇപ്പം ബാലകനാരായ ഗുരുവാണ് ശിക്ഷന് കൊടുക്കുന്നത്. എന്നതിന് ശേഷമാണ് ഇയാൾ മരിക്കുന്നത്. അതൊക്കെ അതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. അതൊന്നും തമാശയില്ല, സത്യമാണ്. മന്ത്രം കറക്റ്റാണത്. അതേ ഇതിലാണ് ചെയ്തിരിക്കുന്നത്. അത് ഇയാൾ ഉപാസിച്ചിട്ട് ഇയാൾ അതിൻ്റെ നാശവും കാര്യങ്ങളും അതിൽ കാണിക്കുന്നുണ്ട്. ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ആ സിനിമയിൽ സത്യമാണ് സംഭവം. അപ്പം എന്ന് പറഞ്ഞ മാതിരിയാണ് ഈ സംഭവം. കാരണം വാരാഹ്യം പറഞ്ഞാൽ എളുപ്പമുള്ള ആളല്ല, നമുക്ക് പിടിച്ചാൽ കിട്ടുന്ന ആളല്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു ദേവീനെ ആരാധിക്കുമ്പോൾ അതിന് തെറ്റ് പറ്റിയാൽ നമ്മൾ മാപ്പ് പറഞ്ഞാൽ ആ ദേവി ക്ഷമിക്കും. ഇത് ക്ഷമിക്കൂല. എന്താ സംഭവം? ഈ വാരാഹ്യമ്മ എന്ന് പറയുമ്പോൾ ക്ഷിപ്രഗോപിയും ക്ഷിപ്രപ്രസാദിയാണ്. അപ്പം ക്ഷിപ്രകോപം ആണ് നമ്മളെ പ്രശ്നം. പ്രസാദിക്കുന്നതിന് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പം മനുഷ്യൻ്റെ സ്വഭാവം വെച്ചാൽ തണലിന് വല്ലാതെ മോഹിക്കും, വെയിലിന് ഇഷ്ടമല്ല. അല്ലേ? ശരിയല്ലേ? എന്ന് പറഞ്ഞ മാതിരി ഇതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അപ്പം ഈ പ്രസാദത്തിൻ്റെ പിന്നിൽ തന്നെ കോപമുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പം ചില ക്ഷേത്രത്തിലൊക്കെ ഉണ്ട് ഇത്ര അളവിൽ നേദ്യം കഴിക്കാൻ പറയും. അപ്പം ഈ ബ്രാഹ്മണൻ നമ്പൂതിരി മാറിയിട്ട് അയാൾ ആ നേദ്യത്തിനനുസരിച്ച് കുറവാണെങ്കിൽ അവിടെ ദേവന് കോപമായി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എന്ന് പറഞ്ഞ മാതിരി ഇതിൻ്റെ വിഷയം എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ ഇതിൻ്റെ മെയിൻ നെഗറ്റീവ് വരുന്നത് എന്താ വെച്ചാൽ, ഇത് ചെയ്യുന്നതിനൊന്നും തെറ്റില്ല, ചെയ്യാം. പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന് വേണ്ട, പിന്നെ അവിടെ വീഴും. കാരണം നടന്നു മറക്കും. അപ്പൊ ഈ മറക്കുന്ന മാത്രമല്ല, നമ്മളെ കാര്യം ശരിയായല്ലോ, ഇനിയിപ്പോൾ ദേവതൻ്റെ ആവശ്യം എന്താ? ഇതാണ് മിക്ക ആൾക്കാരും പ്രശ്നം. അപ്പോഴാണ് ഈ കോപം വരുന്നത്. അതാണ് ഇതിന്റെ കുഴപ്പം. അപ്പോൾ ഈ വരാഹി ദേവിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കോപം പോലെ അതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിനൊരു പരിഹാരമുണ്ടോ? അല്ല, പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കാന്നുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഒരു കോപം വന്നിട്ട് ഇപ്പം അതിന് കാര്യമില്ല. കാരണം നമ്മുടെ അടുത്ത് വന്നൊരു വീഴ്ചയാണത്. ഞാൻ പറഞ്ഞ അതാണ് അതിൻ്റെ വിഷയം. കാരണം വെച്ചാൽ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കണം. എടുത്ത് ചാടുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കണത് ചാടാൻ പാടുണ്ടോ പാടില്ലേ. അതാണ് ഇതിൻ്റെ വിഷയം. കാരണം എന്താ വെച്ചാൽ നമുക്ക് എല്ലാവരും പ്രശ്നം വെച്ചാൽ സഡൻ സംഗതി ശരിയാവും അമ്മേനെ കൊണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിൽ ഇത് ശരിയായി കഴിഞ്ഞാൽ പിന്നെ അമ്മനെ നമ്മൾ ആരാധിച്ച് നോക്കൂല. അവിടെയാണ് അതിൻ്റെ പ്രശ്നം വരുന്നത്. പിന്നെ ഇവർ എന്ത് ചെയ്യും? ഞങ്ങൾക്കിത് ആകെ കുടുങ്ങിയ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ പിന്നെ ആ വായിക്കലും കാര്യങ്ങളും കൊണ്ടൊഴിവാക്കലൊക്കെ പിന്നെ ദേവിക്കായി കുറ്റം പിന്നെ കൊണ്ടൊഴിവാക്കൽ. അതായത് നമ്മളിപ്പം ഈ ദേവീനെ നമ്മളെ കാര്യസാധ്യത്തിന് വേണ്ടി ചെയ്തു കഴിഞ്ഞിട്ട് ഫലപ്രാപ്തി വന്നു കഴിഞ്ഞാൽ പിന്നെ ദേവി ഇല്ല. പിന്നെ ദേവീനോട് ഒരു താല്പര്യം തോന്നില്ല. നമ്മളൊരു പുസ്തകം, നല്ല ഇഷ്ടമുള്ളൊരു നോവലായിക്കോട്ടെ, അത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സ്ഥാനം എവിടെയാണ് എന്ന് പറഞ്ഞ മാതിരി ഒരു വിഷയമാണ് ഇതിലുള്ളത്. ഈ ദേവീനെ കാര്യസാധ്യത്തിന് മാത്രമേ വലിയ ഉദ്ദേശമുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് ഉപാസന വാങ്ങണം. ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് ഗുരുവിനോട് പറയണം, ഞാനിങ്ങനെ ഉപാസിക്കുന്നതിൽ കൊണ്ട് നടക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിക്കണം. പിന്നെ ഒരു കുടുംബത്തിൽ എല്ലാവരും കൂടി അത് തീരുമാനിക്കണം. ഞങ്ങളിങ്ങനെ വാരാഹ്യമ്മനെ പൂജിക്കാൻ തയ്യാറുണ്ട്, ഞങ്ങളിങ്ങനെ കൊണ്ടു നടക്കും. അത് മക്കളടക്കം സമ്മതിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അതെ, നമസ്കാരം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.